മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റിയിൽ ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുത്തെങ്കിലും ഔദ്യോഗിക പോസ്റ്ററിൽ വനിതകളുടെ ചിത്രം ഉൾപ്പെടുത്താത്തതിൽ വൻ വിമർശനമാണ് ഉയരുന്നത്. മുസ്ലിം ലീഗിന്റെ കേരള സ്റ്റേറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് വിമർശനം. ചരിത്രത്തിൽ ആദ്യമായി വനിതകളെ ദേശീയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അവരുടെ ചിത്രം എവിടെയെന്ന് കമന്റിൽ ചോദ്യമുയർന്നു. ചരിത്രത്തിൽ വനിതകൾക്ക് ലീഗ് ആദ്യമായി കമ്മിറ്റിയിൽ സ്ഥാനം കൊടുത്തു, അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ത് പോസ്റ്ററാണ് ഇത് എന്നായിരുന്നു മറ്റൊരു പ്രതികരണം. അപ്പോൾ 2 പെണ്ണുങ്ങൾ എന്തിനുള്ളതാണ്? അവരുടെ ഫോട്ടോ വെക്കാൻ പാടില്ലായിരുന്നോ എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകളുടെ ചിത്രങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടെത്തുന്നവർ എന്നെ കൂടി അറിയിക്കേണ്ടതാണ് എന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു. കേരളത്തിൽ നിന്ന് ജയന്തി രാജനും തമിഴ്നാട്ടിൽ നിന്ന് ഫാത്തിമ മുസഫർ എന്നിവരാണ് ലീഗ് ദേശീയ കമ്മിറ്റിയിലെത്തിയത്. ചെന്നൈയിൽ ചേർന്ന ലീഗ് ദേശീയ കൗൺസിൽ യോഗത്തിലാണ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചത്. കൂടാതെ പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ പ്രസിഡന്റായും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായും PK കുഞ്ഞാലിക്കുട്ടി ജനറൽ സെക്രട്ടറിയായിട്ടുമാണ് തിരഞ്ഞെടുത്തത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. KPA മജീദ്, TA അഹമ്മദ് കബീർ, അഡ്വക്കേറ്റ് ഹാരിസ് പീരാൻ MP, മുനവ്വർ അലി തങ്ങൾ എന്നിവരെ ലീഗ് ദേശീയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ചെന്നൈയിലെ അബു പാലസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗമാണ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയായിട്ടാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജയന്തി രാജൻ. പാർട്ടിയിലെ ദളിത് വനിതാ നേതാവ് കൂടിയാണ്. നിലവിൽ വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ജയന്തി. വയനാട് ഇളരം സ്വദേശിയായ ജയന്തി ദളിത് ലീഗ് വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റാണ്. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന അവർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ചിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ തൃശൂർ ജില്ലയിലെ സംവരണ മണ്ഡലമായ ചേലക്കര ജയന്തി രാജനെ മത്സരിപ്പിക്കാനായി ലീഗ് ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.